നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് ശേഷം അസർബിയും എർലിംഗ് ഹാലൻഡും തമ്മിലുള്ള ഒരു രംഗം വലിയ രൂപത്തിൽ ഇപ്പോൾ വൈറലായിട്ട് മാറിയിട്ടുണ്ട്. ഒരു ഇന്റൻസ് ബാറ്റിലാണ് നടന്നത്. ഹാലൻഡിനെ തടഞ്ഞു. ഗോളുകൾ നേടാൻ സിറ്റിക്കായില്ല. ഗോൾ രഹിത സമനിലയുമായിട്ട് ഒരു പോയിന്റും കൊണ്ട് ഇത്തിഹാദിൽ നിന്നും മടങ്ങുകയാണ് ഇന്റർ മിലാൻ. ഈ ഒരു ഘട്ടത്തിലാണ് അവസാനത്തിൽ കളി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു രംഗം നമ്മൾ കാണുന്നത്. ഇങ്ങനെ ജേഴ്സി പിടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പം 2 എന്ന് അസർബി തിരിച്ച് എർലിംഗ് ഹാലൻഡിനോട് കാണിക്കുന്നുമുണ്ട്. സോ ആ ഘട്ടത്തിലാണ് ഏതാണ്ട് ചെവിയിൽ എന്ന വണ്ണം ഈ ഒരു എക്സ്റൈറ്റഡ് റിപ്ലൈ വരുന്നത്. എർലിംഗ് ഹാലൻഡിൽ നിന്ന് എഫ് വെച്ചുകൊണ്ട് അദ്ദേഹം അതിനെ മറുപടി ഓഡ്ര എന്ന രൂപത്തിലുള്ള വാക്ക് ഉപയോഗിച്ച് പറയുകയാണ്. ഏതായാലും അതിലെന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് പല വേർഷൻസ് ഉണ്ട്. 2 ഷർട്ടുകൾ കളി കഴിഞ്ഞതിന് ശേഷം 2 ജേഴ്സികൾ എർലിംഗ് ഹാലൻഡിനോട് അസർബി ചോദിച്ചതാണെന്നും അതിനാണ് ഇങ്ങനെ അദ്ദേഹം പ്രതികരിച്ചതെന്നും അതല്ല ഇതിപ്പോൾ നേരത്തെയും ഇതുപോലെ തടഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടി നേരത്തെയും ഒരു ഷർട്ട് ഉണ്ട് എന്ന രൂപത്തിൽ പറഞ്ഞതാണെന്നും ഒക്കെ പല വ്യാഖ്യാനങ്ങൾ പല കൂടുതലിൽ നിന്ന് വരുന്നു. എന്തായാലും ഇതിൽ കളിക്ക് ശേഷം അസർബി രസകരമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ എർലിംഗ് ഹാലൻഡിനോട് ഷർട്ട് ചോദിച്ചു, പക്ഷെ എനിക്ക് തന്നില്ല, എന്നിട്ട് ജസ്റ്റ് കിഡിങ് എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. കളിക്കളത്തിൽ എത്ര കടുത്ത ബാറ്റിൽ നടത്തിയാലും കളി കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിലുള്ള രസകരമായ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് കളിക്കളം വിടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. കളിയിലെ ബാറ്റിൽ അത് അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പേഴ്സണലി കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് അസർബിയുടെ വാക്കുകളിൽ നിന്നും ഈ ഒരു ജസ്റ്ററിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്നത്. എന്തായാലും മത്സരം ഗോൾ രഹിത സമനില അവസാനിച്ചെങ്കിലും പെപ് ഗാർഡിയോള പറഞ്ഞ തൻ്റെ ടീമിൻ്റെ പ്രകടനത്തിൽ താൻ ഏറെ ഹാപ്പിയാണ്. എല്ലാം മികച്ച രൂപത്തിൽ ടീം ചെയ്തിട്ടുണ്ട് എന്നാണ്. അതേസമയം ഇൻസാഗിയും ഹാപ്പിയാണ്. അദ്ദേഹം ഇന്നലെ നേരെ മിലാനിലേക്ക് പറക്കുന്നില്ല, മറിച്ച് ഒരു ദിവസം അവിടെ തങ്ങിയിട്ടാണ് മടങ്ങിപ്പോകുന്നത് എന്നുകൂടി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോയിന്റ് അത് ഇത്തിഹാദിൽ പോയിട്ട് നേടി എന്നുള്ളത് ഗുണകരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റിൽ ഓരോ മാച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോയിന്റ് പട്ടികയിൽ ആദ്യ 8 സ്ഥാനങ്ങളിൽ വന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് റൗണ്ട് ഓഫ് 16 ഇറക്കിയുള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്താം.